ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ ഇന്ന് വളരെ ശക്തമായ ആക്രമണങ്ങളാണ് നടത്തിയത്. ഒരു വലിയ ആക്രമണ പരമ്പര തന്നെ ഇസ്രായേൽ ഇന്ന് നടത്തിയെന്ന് പറയാം. പ്രത്യേകിച്ച് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇന്ന് നടത്തിയത്. എല്ലാവർക്കും ടോക്ക് ടുഡേ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എവിൻ പ്രിസൺ, ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതുപോലെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊന്നായ ഫോർഡോവയിലേക്കുള്ള പ്രധാന റോഡുകൾ, വിമാനത്താവളങ്ങൾ ഇവയാണ് ഇന്ന് ഇസ്രായേൽ ആക്രമിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ജൂൺ 21-ന് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ വലിയ ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. 14 ഭീമൻ ബോംബുകൾ, ഓരോന്നിനും 30,000 പൗണ്ട് വരുന്ന ബോംബുകൾ, 7 സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് അമേരിക്ക ഈ ആക്രമണങ്ങൾ നടത്തിയത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു അമേരിക്ക അന്ന് ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ ഇറാൻ ഇത് മുന്നവേ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന അവരുടെ യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർ മറ്റ് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ആക്രമണങ്ങൾ ഫലം കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ആക്രമണങ്ങൾക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും തകർത്തു, അതുകൊണ്ട് ഈ ആക്രമണങ്ങളെ സമ്പൂർണ്ണ വിജയം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്നാൽ അമേരിക്കയുടെ ഈ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ പറയുന്നത് അത്ര വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം ഈ ആക്രമണങ്ങൾക്ക് മുൻപ് തന്നെ അവർ അവരുടെ ന്യൂക്ലിയർ ആസറ്റുകൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയിരുന്നു. 60% സമ്പുഷ്ടീകരിച്ച 408.6 കിലോഗ്രാം യുറേനിയം, ഏകദേശം 9 ബോംബുകൾക്ക് പര്യാപ്തമായത്. ആക്രമണങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ 19, 20 തീയതികളിൽ ഫുഡോയിലും ഇസ്ഫഹാനിലും ട്രക്കുകളും ബുൾഡോസറുകളും കിടക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ന്യൂക്ലിയർ അസറ്റ്സ് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ടാകാം എന്നാണ്. അതുകൊണ്ട് തന്നെ വിദഗ്ധർ പറയുന്നത് ഇറാന്റെ യുറേനിയം ശേഖരം അമേരിക്കയ്ക്ക് ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ്. എന്തായാലും ഇന്ധനവില ഈ ആക്രമണങ്ങൾക്ക് ശേഷം കുതിച്ച് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണവില 3.6% ഉയർന്ന് ബാരലിന് $76.47 എത്തുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭ ഈ ആക്രമണങ്ങളെ അപലപിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇറാന്റെ മേൽ അമേരിക്ക നടത്തിയ ഈ ആക്രമണങ്ങൾക്കു പിന്നാലെ വലിയൊരു തിരിച്ചടി നൽകാൻ ഇറാൻ ഒരുങ്ങുകയാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയായ ഹോർമസ് കടലിടുക്കുകളിലൂടെയുള്ള ഗതാഗതം തടയും എന്നാണ് ഇറാൻ പറയുന്നത്. ഇത് ഗ്യാസ് വില കുതിച്ചുയരുന്നതിനും അമേരിക്കയുമായി വലിയൊരു പോരാട്ടത്തിന് വഴിയൊരുക്കാനും ഇടയാക്കാൻ സാധ്യതയുണ്ട്. പേർഷ്യൻ ഗൾഫിന് ചുറ്റുമുള്ള ഇറാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഓപ്പൺ സീയിലേക്ക് പ്രവേശിക്കാൻ ഹോർമസ് കടലിടുക്കിനെയാണ് ആശ്രയിക്കുന്നത്. കൂടാതെ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും നടക്കുന്നത് ഈ സമുദ്രപാതയിൽ കൂടിയാണ്. ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക ജലാശയങ്ങളിലാണ് ഈ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ നാവിക മേധാവി അലിറേസ തൻസിരി പറഞ്ഞത് അവർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അത് അടച്ചു പൂട്ടാൻ കഴിയുമെന്നാണ്. ഇറാന്റെ എണ്ണ വ്യാപാരത്തിന്റെ 90% ഈ പാതയിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അടച്ചിടുന്നത് അവരെയും സാരമായി ബാധിക്കും. ഇങ്ങനെ നടന്നാൽ ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തെറിയാനും സാധ്യതയുണ്ട്. മുൻപ് 2012-ലും 2019-ലും ഇറാൻ ഇങ്ങനെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ നെഗറ്റീവായി ബാധിക്കും എന്നവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് വലിയൊരു സാമ്പത്തിക ആത്മഹത്യയായി മാറുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ അന്ന് അവർ അതിന് മുതിർന്നില്ല. ഗൾഫ് മേഖലയിലുള്ള മിക്ക രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് വ്യോമതാവളങ്ങൾ ഉണ്ട് എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇറാൻ ഇങ്ങനൊരു ഭീഷണി ഇപ്പോൾ മുഴക്കുന്നത്. എന്നാൽ ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തുവാൻ ഇറാൻ നടത്തുന്ന ഈ ഭീഷണി ഏറ്റവും അപകടകരമായ ഒരു കളിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട 5th ഫ്ലീറ്റുകളുള്ള ബഹ്റിനിലോ ഖത്തറിലോ ഉള്ള വ്യോമതാവളങ്ങളെ ഇറാൻ ആക്രമിച്ചേക്കാം. US കപ്പലുകളെ ആക്രമിക്കാൻ ഇറാൻ ഡ്രോണുകളോ മിസൈലുകളോ ഉപയോഗിച്ചേക്കാം. ഇറാന്റെ സുഹൃത്തുക്കളായ ഹൂതികൾക്ക് ചെങ്കടലിലെ കപ്പലുകളെയും ആക്രമിക്കാൻ കഴിഞ്ഞേക്കും. ഇറാൻ അങ്ങനെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ഇറാന്റെ നാവിക താവളങ്ങൾ വ്യോമാക്രമണത്തിലൂടെ അമേരിക്ക ആക്രമിക്കും. ഇറാന്റെ ഏതൊരു നീക്കത്തിനും ആണവ ആക്രമണത്തെക്കാൾ മാരകമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയത്.
കൂടാതെ ഇങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ എണ്ണ വ്യാപാരത്തിന് മേലിൽ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ചേക്കാം. എന്തായാലും അമേരിക്കയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഇസ്രായേലും ഇറാനും മേൽ വളരെ ശക്തമായ തീവ്രമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.